നമസ്കാരം എൻ്റെ എല്ലാ പ്ലസ് വണ്ണിലെ കുട്ടികൾക്കും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച ടോപ്പിക്കുകളൊക്കെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകളാണ്. നമ്മൾ മോഷനെ പ്ലെയിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ പഠിച്ചു വെച്ചൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം. ആദ്യം കുറേ വെക്ടറിൻ്റെ സെക്ഷനാണ് അല്ലേ, വെക്ടേഴ്സിൻ്റെ സെക്ഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്, അതിനകത്ത് സീറോ വെക്ടർ, അതിൻ്റെ എക്സാമ്പിൾ, പ്രോപ്പർട്ടീസ്, ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടേഴ്സ്, പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ്, ഇങ്ങനെ കുറേ വെക്ടേഴ്സ് ആണ്. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ആ പ്രൊജക്റ്റൈൽ മോഷൻ നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഇനിയും നമുക്ക് പഠിക്കാനുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടെ, അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മോഷൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ചാപ്റ്റർ തീരും. ഇഷ്ടംപോലെ ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്, 2 ടെക്സ്റ്റ് മൊത്തം പഠിക്കാനുണ്ട്. അന്നേരം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൂടെ എടുക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് മോഷൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് തീരും. അന്നേരം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഓൺലൈൻ ക്ലാസ്സുകാർക്ക്, റെഗുലർ എൻ്റെ ബാച്ചിലെ ഓൺലൈൻ ക്ലാസ്സുകാർക്ക് ഇപ്പോഴും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പം അത് 2 ബാച്ചായി. ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ട നിങ്ങൾക്ക് വിളിക്കേണ്ട സമയം 5 മണി മുതൽ 10 മണി വരെ നിങ്ങൾക്ക് വിളിക്കാം. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്കൂളുകളിൽ ചെല്ലാന്ന് പറഞ്ഞാലും അതിന് ഒന്നും പ്രഷർ എടുക്കുന്നില്ല. ആരും സ്കൂളുകളിൽ പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. സ്കൂൾ തുറന്നാൽ പോലും ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ അതിന് വെക്കും ഉറപ്പായിട്ടും. അന്നേരം പരീക്ഷകൾ കൃത്യസമയത്ത്, എപ്പോഴും പറയുന്ന പോലെ പരീക്ഷകൾ കൃത്യസമയത്ത് നടക്കും. നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉറപ്പായിട്ടും കിട്ടത്തുള്ളൂ എന്നുള്ളതിൽ സംശയം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ വളരെ കഷ്ടപ്പെടണം. ഇപ്പം എൻ്റെയൊക്കെ ഓൺലൈൻ ബാച്ചിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ക്ലാസ്സുകൾ, ഫുൾ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്, ഫുൾ നോട്ട്സ്, ഇൻട്രാക്റ്റീവ് സെക്ഷൻ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയറൻസ്, ഇങ്ങനെ ഒരു 5-6 സെക്ഷൻ. ഇവിടെ ഞാൻ പറഞ്ഞ ഒരു +2 ബാച്ച്, ഒരു 11 ബാച്ച് ഫുള്ളായി. 12ാമത്തെ ബാച്ച് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും, കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ജോയിൻ ചെയ്യാം. നന്നായിട്ട് പഠിക്കാം. വളരെ 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 നോർമൽ ഫീ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഏറ്റവും മുതൽക്കൂട്ടായിരിക്കും +1 പരീക്ഷ. +1 പരീക്ഷ കഴിയുമ്പോഴേ നിങ്ങൾക്ക് അതിനെ അറിയത്തുള്ളൂ. ഇത് ഞാൻ ഓൺലൈൻ കുട്ടികളെ മാത്രമാണ് ഉദ്ദേശിച്ച് പറയുന്നത്. അന്നേരം ഇത്രയും കാര്യങ്ങൾ വളരെ നിങ്ങൾ ശ്രദ്ധിച്ചപ്പോഴും പോകണം. കാരണം അങ്ങനെ പഠിക്കാനുണ്ട്, അതുപോലെ പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. നമ്മൾ 10ാം ക്ലാസ് കാണുന്ന പോലെ +1 +2 ഫിസിക്സ്, ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ തന്നെ ഞാൻ പറഞ്ഞു, ഒരു അധ്യാപകനും ബെറ്റ് വെക്കാം +1 ഫിസിക്സിൻ്റെ പകുതി പോലും ഇല്ല വേറൊരു സബ്ജക്റ്റും +1 +2 ഫിസിക്സിൻ്റെ അത്രയും പകുതി പോലും ബാക്കിയുള്ള സബ്ജക്റ്റുകൾ പഠിക്കാനില്ല. പക്ഷേ 10ാം ക്ലാസ്സിൽ നമുക്ക് മാത്സ് പഠിക്കാനുണ്ടായിരിക്കും കൂടുതൽ, ഫിസിക്സ് അത്ര ഇല്ലായിരിക്കാം. പക്ഷേ +1 +2 അതുപോലെ ഫിസിക്സ് പഠിക്കാനുണ്ട്. ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം. നല്ല നോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ക്രീമായിട്ട് പഠിക്കാം. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണ് ഏത് +1 ഫിസിക്സ്. +1 കൂടുതൽ പഠിക്കാനുണ്ട് അത് +2. പക്ഷേ +1 ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. അന്നേരം കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഈ കാര്യങ്ങളെല്ലാം ഓർത്തുക. നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാം, നിങ്ങൾക്ക് വിളിക്കാം. 5 മണി മുതൽ 10 മണി വരെ വിളിക്കാം. വൈകുന്നേരം 5 മണി മുതൽ 10 മണി വരെ വിളിക്കാം. ആർക്കെങ്കിലും എൻക്വയറി നടത്തണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. അതെല്ലാം കൃത്യമായിട്ട് ഇതിനകത്ത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അന്നേരം നമുക്ക് മോഷൻ എ പ്ലെയിനെ സർക്കുലർ മോഷൻ. എന്ത് ഈ സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ? സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ an object moving along around a circular path. അല്ലേ, സർക്കുലർ മോഷൻ പറഞ്ഞാൽ സർക്കുലർ ആയിട്ട് മൂവ് ചെയ്യുക. ഒരു സർക്കുലർ പാത്തിലൂടെ, സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ പാത്തിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് സർക്കുലർ മോഷൻ. ഒരു സർക്കുലർ പാത്തിലൂടെ നമ്മൾ മൂവ് ചെയ്താലും അതൊരു സർക്കുലർ മോഷനാണ്. ജനറൽ എക്സാമ്പിൾ പറയുന്നത് എർത്ത് റൗണ്ട് ദി സൺ, മൂൺ റൗണ്ട് ദി എർത്ത്. ഈ 2 ജനറൽ എക്സാമ്പിൾ നിങ്ങൾ ഓർത്തോണം. എർത്ത് റൗണ്ട് ദി സണ്ണും മൂൺ റൗണ്ട് ദി എർത്തും 2 ജനറൽ എക്സാമ്പിൾ ഓർത്തിരിക്കുക. ഈ സർക്കുലർ മോഷൻ വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയാനുള്ള കാരണം, ഇത് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട കാര്യമാണ്. കാരണം നമുക്ക് ഈ സർക്കുലർ പാത്തിനകത്തുള്ള വെലോസിറ്റിയെയും ആക്സലറേഷനെയും ഡിസ്പ്ലേസ്മെന്റിനെയും ഒക്കെ പറയുന്ന വേറൊരു പേരാണ്.
ഇപ്പൊ നമ്മുടെ സാധാരണ നമ്മൾ പഠിച്ച വെലോസിറ്റി ഇല്ലേ, മോഷൻ സ്ട്രെയിറ്റ് ലൈനകത്തൊക്കെ പഠിച്ച സാധാരണ പഠിച്ച വെലോസിറ്റി നമ്മൾ പറയുന്ന പേര് എന്താണ്? ലീനിയർ വെലോസിറ്റി എന്ന് പറയും. ലീനിയർ വെലോസിറ്റി. സാധാരണ ഡിസ്പ്ലേസ്മെന്റ് ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഇടയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഇതിലോട്ട് വരുമ്പോൾ സാധാരണ ഡിസ്പ്ലേസ്മെന്റ് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ലീനിയർ ആണ് സ്ട്രെയിറ്റ് ലൈനിലുള്ളതാണെന്നുള്ളതാണ് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ സാധാരണ ആക്സിലറേഷനെ നമുക്ക് എന്തെന്നും പറയാം? ലീനിയർ ആക്സിലറേഷൻ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? സാധാരണ വെലോസിറ്റി പറയുന്ന മറ്റൊരു പേരാണ് ലീനിയർ വെലോസിറ്റി, സാധാരണ ഡിസ്പ്ലേസ്മെന്റ് പറയുന്ന മറ്റൊരു പേരാണ് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്, സാധാരണ ആക്സിലറേഷൻ പറയുന്ന മറ്റൊരു പേരാണ് ലീനിയർ ആക്സിലറേഷൻ. അങ്ങനെയാണെങ്കിൽ സർക്കുലർ ആയിട്ടുള്ളതിന് എന്തായാലും ഈ പേരുകളൊന്നും പറയത്തില്ല, ഇതെല്ലാം സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന. സർക്കുലർ ആണെങ്കിൽ നമ്മൾ പറയുന്ന പേരുകൾ ഇതൊക്കെയാണ്. സർക്കുലർ ആണെങ്കിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ആംഗുലർ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം സർക്കുലർ ആണ്. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ആക്സിലറേഷൻ, ഇത് മൂന്നെണ്ണം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് താനും. ഏതൊക്കെ? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ആംഗുലർ വെലോസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, ആംഗുലർ ആക്സിലറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം നമ്മൾ ഈ മൂന്നെണ്ണം നല്ല വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് വളരെ 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 ഇമ്പോർട്ടൻറ്റ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ്. എന്താണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ സാധാരണ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഇടയിലുള്ള ദൂരം, അതിനിടയിലുള്ള ദൂരത്തിനാണ് സാധാരണ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ തീറ്റയാണ്. തീറ്റ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ തീറ്റ ഡിനോട്ട് ചെയ്യുന്ന ആംഗിളിനെയാണ്. കോസ് തീറ്റ, സൈൻ തീറ്റ, കൊസിക് തീറ്റ, ടാൻ തീറ്റ, ഇങ്ങനെ പറയുന്ന എല്ലാ ആംഗിളിനെയാണ് തീറ്റ ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ തീറ്റ ഡിനോട്ട് ചെയ്യുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ ഒരു സർക്കുലർ പാത്തിന്റെ ഒരു ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷൻ വരെ എത്താനുള്ള അതിനിടയിലുള്ള ദൂരത്തെ, ഇത് ഇനീഷ്യൽ ആണ്, ഇത് ഫൈനലാണ്, ഇതിനിടയിലുള്ള ദൂരത്തെ നമുക്ക് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. അത് സർക്കുലർ പാത്തിൽ മാത്രം കാണുന്ന ഡിസ്പ്ലേസ്മെന്റിനെ പറയുന്ന പേരാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. പരീക്ഷയ്ക്ക് ഇന്നേ വരെ ചോദിച്ചിട്ടില്ല വാട്ട് ഈസ് മീൻ ബൈ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. പക്ഷെ അതിനുള്ള ലെറ്റർ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. ഓക്കെ, ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ തീറ്റ ആണ്. ഇനി ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്താണ്? സാധാരണ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് നമ്മൾ മീറ്റർ ആണെങ്കിൽ ഇത് ആംഗിളിന്റെ അതേ യൂണിറ്റ് ആണ് നമ്മൾ പറയുന്നത് റേഡിയൻ ആണ്. റേഡിയൻ. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. നമ്മൾ കാൽക്കുലേറ്റർ, സയന്റിഫിക് കാൽക്കുലേറ്ററിൽ റേഡിയൻ ഉണ്ട്, ഗ്രേഡിയൻ ഉണ്ട്, ഡിഗ്രി ഉണ്ട്. നമ്മൾ ഏത് വെച്ചാണ് സയന്റിഫിക് കാൽക്കുലേറ്ററിൽ നമ്മൾ ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വാട്സപ്പിനകത്ത് മെസ്സേജ് ചോദിച്ചു, സാറേ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇടാവും. ഉറപ്പായിട്ട് നമുക്ക് പലർക്കും സയന്റിഫിക് കാൽക്കുലേറ്റർ പുത്തനായിട്ടിരിക്കുന്നതേ ഉള്ളൂ, ഓണാക്കാൻ അറിയത്തില്ല. ഓണാക്കിയപ്പോൾ ഈ ഓഫ് ആക്കുന്ന എങ്ങനെ പേടിച്ചു പോകും, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഒരുപാട് ഫങ്ഷൻസ് ഉള്ളതാണ് സയന്റിഫിക് കാൽക്കുലേറ്റർ. എൻ്റെ ഒരു വീഡിയോ നമുക്ക് പറഞ്ഞുതരാം. അത് നന്നായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാം. അന്നേരം ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡിനോട്ട് ലെറ്റർ തീറ്റ, അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ. ഓക്കെ, അന്നേരം അത് ക്ലിയർ ആയി. അടുത്ത എന്തായിരിക്കും ആംഗുലർ വെലോസിറ്റി? സാധാരണ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സാധാ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടി. അന്നേരം ആംഗുലർ വെലോസിറ്റി നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാമല്ലോ. ആംഗുലർ വെലോസിറ്റി ഇനി ഒരു ശ്രദ്ധിച്ചോണം, ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആംഗുലർ വെലോസിറ്റി ഡിനോട്ട് ലെറ്റർ ഒമേഗയാണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കഴിയണം. അതായത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, സയന്റിഫിക് കാൽക്കുലേറ്റർ നമ്മൾ ചെയ്യുന്നതെല്ലാം ഏത് മെഷർമെന്റില്ല, ഡിഗ്രി മെഷർമെന്റില്ല. റേഡിയൻ ഇട്ട് കഴിഞ്ഞാൽ *π/180 എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിപ്പോകും. അതായത് എപ്പോഴും നിങ്ങൾ ചെയ്യുക ഡിഗ്രി എന്നവിടെ DEG എന്ന് കിടക്കും. എന്നാലും സയന്റിഫിക് കാൽക്കുലേറ്റർ ചെയ്യുന്നതെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടത്തുള്ളൂ. ആംഗുലർ വെലോസിറ്റി ഡിനോട്ട് ലെറ്റർ ഒമേഗയാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണെങ്കിൽ ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇത്രയുള്ള വ്യത്യാസം. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ആംഗുലർ വെലോസിറ്റി ഡിനോട്ട് ലെറ്റർ ഒമേഗ is equal to angular displacement by t. What is my angular velocity? It is the angular displacement in unit t. Then what is the unit of
ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. എളുപ്പമല്ലേ? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് റേഡിയൻ ആണെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാകാം. ഒമേഗ ഈസ് ഈക്വൽ ടു ആദ്യ ഇക്വേഷൻ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. അത് നമുക്ക് വേണമെങ്കിൽ ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് സ്മോൾ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമിന് നമുക്ക് ഡെൽറ്റ ടി. ഒമേഗ ഈസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ഡെൽറ്റയ്ക്ക് ഒരു വെരി വെരി സ്മോൾ ആണെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ. ഒമേഗ ഈസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി. ഇത് രണ്ട് ഇക്വേഷൻ നമുക്ക് എഴുതാം. ഇത് സ്മോൾ ചേഞ്ച് ആണ് ഡെൽറ്റ. വെരി വെരി സ്മോൾ ചേഞ്ചിനെ നമുക്ക് ഡി തീറ്റ ബൈ ഡി ടി. കാരണം ഇൻസ്റ്റന്റേനിയസ് പഠിച്ചിട്ടുള്ളത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഒക്കെ വരുമ്പോഴത്തേന് ഡി തീറ്റ ബൈ ഡി ടി. ഈ രണ്ട് ഇക്വേഷൻ സെയിം ആണ്, രണ്ട് സ്മോൾ ചേഞ്ച് ആണെന്നേ ഉള്ളൂ. ചിലടത്ത് നമുക്ക് ഒമേഗ ഈസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. അങ്ങനെ ഡെൽറ്റ എന്ന് പറയുന്ന വാക്കിനർത്ഥം സ്മോൾ ചേഞ്ച്. വെരി 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 സ്മോൾ ചേഞ്ച് ആണെങ്കിൽ അത് ഡി തീറ്റ ബൈ ഡി ടി വെച്ച്. ഈ രണ്ട് ഇക്വേഷൻ ഓർത്തിരിക്കുക. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇനി നമുക്ക് ഇതിന്റെ യൂണിറ്റ് എഴുതാം. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിന്റെ റേഡിയൻ ആണ്, ആ റേഡിയൻ എഴുതിയാൽ മതി. ബൈ ടൈമിന്റെ സെക്കൻഡ് ആണ്, റേഡിയൻ പെർ സെക്കൻഡ് ഓർ റേഡിയൻ സെക്കൻഡ് റേസ് ടു മൈനസ് 1. ക്ലിയർ ആയില്ലേ? അന്നേരം ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് പഠിച്ചു, ആംഗുലർ വെലോസിറ്റി പഠിച്ചു. ഇനി ആംഗുലർ ആക്സലറേഷൻ എന്ന് പറയുന്നത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. നിങ്ങൾ വളരെ സമയം എടുത്ത് പഠിച്ചാൽ മതി. ആംഗുലർ ആക്സലറേഷൻ, ആംഗുലർ ആക്സലറേഷൻ ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതിക്കോട്ടെ. ആംഗുലർ ആക്സലറേഷൻ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ, സർക്കുലർ മോഷനകത്തുള്ള ആക്സലറേഷനെ പറയുന്ന പേരാണ് ആംഗുലർ ആക്സലറേഷൻ. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഫ. ആൽഫ റൈസ്, ബീറ്റ റൈസ്, ഗാമ റൈസ്, ആൽഫ അല്ല, ഡിനോട്ട് ലെറ്റർ ആൽഫയാണ്. ഇനി ആംഗുലർ ആക്സലറേഷൻ, ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം. എന്നിട്ട് എന്തായിരിക്കും ആംഗുലർ ആക്സലറേഷൻ? ആംഗുലർ വെലോസിറ്റി ബൈ ടൈം. ആംഗുലർ വെലോസിറ്റി ബൈ ടൈം. ഓക്കെ. ആംഗുലർ ആക്സലറേഷൻ ആൽഫ ഇസ് ഈക്വൽ ടു, ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒമേഗയാണ് അല്ലേ? തെറ്റിപ്പോയത്. അങ്ങനെ എന്ത് എഴുതാം? ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ ഇസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്. ഡി ഒമേഗ ബൈ ഡി ടി. ഇത് രണ്ട് രീതിയിൽ നമുക്ക് തരാം. ഇക്വേഷൻ എല്ലാം കൃത്യമായിട്ട്, ലെറ്റേഴ്സ് എല്ലാം കൃത്യമായിട്ട് ഞാൻ റിവൈസ് ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആൽഫ ഇസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി. ക്ലിയർ? ഇനി യൂണിറ്റ് എന്താ? വെലോസിറ്റിയുടെ യൂണിറ്റ്, ആംഗുലർ വെലോസിറ്റിയുടെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. അന്നേരം യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ പെർ സെക്കൻഡ് ബൈ ടൈമിന്റെ സെക്കൻഡ്. അന്നേരം എന്ത് വരും? റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ഓർ റേഡിയൻ സെക്കൻഡ് റേസ് ടു മൈനസ് 1. ഒരു ബോർഡ് നിറഞ്ഞു. അന്നേരം ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് തരുമ്പോഴത്തേന് നിങ്ങൾക്ക് ക്ലിയർ ആവും. അന്നേരം നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്ക് സർക്കുലർ മോഷൻ. നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ ശ്രദ്ധിച്ചിരിക്കണം, ഉറങ്ങരുത്, ശ്രദ്ധിച്ചിരിക്കണം. സർക്കുലർ മോഷനാണ്. സർക്കുലർ മോഷനകത്ത് നമ്മൾ ആദ്യം എന്താണ് സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞു. ആൻ ഒബ്ജക്റ്റ് മൂവിങ് അറൗണ്ട് എ സർക്കുലർ പാത്ത്. ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെല്ലാം സർക്കുലർ മോഷൻ ഉണ്ട്. എർത്ത് റൗണ്ട് ദി സൺ, മൂൺ റൗണ്ട് ദി എർത്ത്, മൂൺ റൗണ്ട് ദി എർത്ത്. ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്? സർക്കുലർ മോഷൻ എക്സാമ്പിൾ ആണ്. സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്ന വസ്തുക്കളെല്ലാം സർക്കുലർ മോഷനാണ്. അന്നേരം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ കൺസെപ്റ്റിൽ വേണം പഠിക്കാൻ. ഏതാണ്? സാധാരണ വെലോസിറ്റി നമ്മൾ ലീനിയർ വെലോസിറ്റി, ലീനിയർ സാധാരണ ഡിസ്പ്ലേസ്മെന്റ്, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്, സാധാരണ ആക്സലേഷൻ, ലീനിയർ ആക്സലേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ സർക്കുലർ ആയിട്ടുള്ളതിനൊന്നും സർക്കുലർ ഡിസ്പ്ലേസ്മെന്റ് എന്നല്ല പറയുന്നത്. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡിനോമിനേറ്റർ തീറ്റയാണ്. സാധാരണ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു സർക്കുലർ മോഷന്റെ ഇനീഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷൻ ഇടയിലുള്ള ദൂരം തന്നെയാണ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ തീറ്റയാണ്. യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ്, തെറ്റിച്ചാൽ അടിമേടിക്കും കേട്ടോ. റേഡിയൻ ആണ്. അന്നേരം യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. ആംഗുലർ വെലോസിറ്റി ഡിനോട്ട് ലെറ്റർ ഒമേഗയാണ്. ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അന്നേരം ഒമേഗ ഈസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. യൂണിറ്റ് എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിന്റെ റേഡിയൻ ആണ്, റേഡിയൻ ബൈ ടൈമിന്റെ സെക്കൻഡ്, റേഡിയൻ പെർ സെക്കൻഡ്, റേഡിയൻ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മണിക്കൂർ റേഡിയൻ സെക്കൻഡ് റേസ് ടു മൈനസ് 1. ക്ലിയർ? അടുത്തത് ആംഗുലർ ആക്സലറേഷൻ ആണ്. ഡിനോട്ട് ലെറ്റർ ആൽഫയാണ്. ആംഗുലർ ആക്സലറേഷൻ ഇസ് ആംഗുലർ വെലോസിറ്റി ബൈ ടൈം. ഇതെല്ലാം സിമ്പിൾ ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം. ആംഗുലർ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി ബൈ ടൈം. ആംഗുലർ വെലോസിറ്റിയുടെ മാത്രം റേഡിയൻ പെർ സെക്കൻഡ്.
ബൈ ടൈമിന്റെ സെക്കൻഡ്. മറ്റേ അടുത്തൊക്കെ ചെയ്യുന്നത് മീറ്റർ പെർ സെക്കൻഡ് ബൈ സെക്കൻഡ്, അതൊരു വലിയ ആക്സലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് അതിന് പകരം റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ റേഡിയൻ സെക്കൻഡ് റൈസ് ടു -2 റേഡിയൻ സെക്കൻഡ് റൈസ് ടു -2. ഇക്വേറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. പെട്ടെന്ന് ഞാനൊരു 3 ചോദ്യം ചോദിക്കാം, 3-4 ചോദ്യം പെട്ടെന്ന് പറയണേ. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡിനോട്ട് ചെയ്ത ലെറ്റർ കുറച്ച് പേര് പറഞ്ഞു തീറ്റ അല്ലേ. ആംഗുലർ ആക്സലറേഷൻ ഉള്ള ഇക്വേഷൻ ആൽഫ ഈക്വൽ ടു d ω/dt. ആംഗുലർ വെലോസിറ്റി ഡിനോട്ട് ചെയ്ത ലെറ്റർ ഒമേഗ. ആംഗുലർ വെലോസിറ്റിക്കുള്ള യൂണിറ്റ്, ആംഗുലർ വെലോസിറ്റിയുടെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ്. ആംഗുലർ ആക്സലറേഷന്റെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് എന്ത് ഈസി ആയിട്ട് പഠിക്കാൻ പറയാം ഫിസിക്സ്. നമ്മൾ നല്ല ആസ്വദിച്ച് നല്ല മനസ്സിലാക്കി, എപ്പോഴും ഞാൻ പറയുന്ന പോലെ കണ്ടന്റ്, ക്രിയേറ്റിവിറ്റി ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി പഠിച്ചാൽ ഏറ്റവും എളുപ്പമുള്ള ഫിസിക്സ്, ഏറ്റവും ഉള്ള സബ്ജക്റ്റ് ഫിസിക്സ് ആയിട്ട് മാറും. അങ്ങനെ മാറണം, എന്നാലേ മാർക്ക് നമുക്ക് പ്ലസ് 1 കിട്ടുള്ളൂ. 10ാം ക്ലാസ്സിൽ കിട്ടുന്ന പോലെ അല്ല, പ്ലസ് 1 അതുപോലെ പഠിച്ചാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടും. അന്നേരം ഇത്രയും ടോപ്പിക്ക് ക്ലിയർ ആയെന്ന് ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കുക നിങ്ങൾ. ക്ലിയർ കേട്ടോ. ഓക്കെ, അത് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകും. ഓക്കെ, നമ്മൾ ഇതുവരെയും പഠിച്ചത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർക്കുലർ മോഷന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ടേംസ് പഠിച്ചു. ഇനിയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനകത്ത് തന്നെ പഠിക്കാനുള്ളതാണ് യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ പലപ്പോഴും പ്ലസ് 1 കുട്ടികൾ എന്താണ് അർത്ഥം എന്ന് മനസ്സിലാക്കാതെ പഠിക്കുമ്പോഴാണ് കൂടുതൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നത്. എന്താണ് യൂണിഫോം സർക്കുലർ മോഷൻ? എന്നാൽ സർക്കുലർ മോഷൻ നമുക്കറിയാം, സർക്കുലർ മോഷൻ ഇതാണ്. യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലുള്ളതല്ലേ, ഇപ്പൊ നിങ്ങൾ എല്ലാവരും യൂണിഫോമിലാണ്, നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരും യൂണിഫോമിലാണ്, സെയിം ഡ്രസ്സാണ്, ഈക്വൽ എന്നുള്ളതാണ്. അന്നേരം യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ പാത്തിലൂടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പം കോൺസ്റ്റന്റ് സ്പീഡ് ആയിരിക്കണം. ഇപ്പം ഇവിടെ നിന്ന് ഇവിടെ വരെ സ്പീഡ് എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ അടുത്തത് 2 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കണം, അടുത്തത് 2 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കണം, അടുത്തത് 2 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കണം. അന്നേരം കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യുക. അങ്ങനെ ഒരു പാർട്ടിക്കിള് ഒരു സർക്കുലർ പാത്തിലൂടെ കോൺസ്റ്റന്റ് സ്പീഡ്, വളരെ ഇമ്പോർട്ടൻ്റ്, ഞാൻ ഇതിന്റെ നടുക്കോട്ട് എഴുതിയേക്കാം. കോൺസ്റ്റന്റ് സ്പീഡ്, ആ വാക്ക് വന്നില്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. കോൺസ്റ്റന്റ് സ്പീഡിലൂടെ മൂവ് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ പാത്തിലൂടെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിള് കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് യൂണിഫോം സർക്കുലർ മോഷൻ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിലെ കല്ലേല് നൂല് കെട്ടിയിട്ട് ഇങ്ങനെ കറക്കും അല്ലേ, കറക്കും. അതുപോലെ എക്സാമ്പിൾ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയും. അതൊക്കെ യൂണിഫോം സർക്കുലർ മോഷൻ. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ കറക്കാം, കറക്റ്റ് ആയിട്ടുള്ള സ്പീഡിൽ ഇങ്ങനെ ലെവൽ ചെയ്ത് കറക്കാം. അതൊക്കെ യൂണിഫോം സർക്കുലർ മോഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത ഡെറിവേഷനിലേക്ക് വലിയൊരു ഡെറിവേഷൻ ഉണ്ട്. വലിയ ഡെറിവേഷൻ അല്ല, പഠിച്ചാൽ എളുപ്പമാണ്. ഡെറിവേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് 1, 2, 3 വളരെ ഇമ്പോർട്ടന്റ് ടേംസ് ഉണ്ട്. അതിനകത്ത് ഒരെണ്ണം എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണ്. ഇത് നിങ്ങൾ പിന്നീട് ഓസിലേഷനകത്തും വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്ററിലും ഒക്കെ പഠിക്കുന്നതാണ്. ടൈം പീരീഡ് സാധാരണ ടൈം ഡിനോട്ട് ചെയ്ത ലെറ്റർ, ഞാൻ കൊച്ചുപിള്ളേർക്ക് പറഞ്ഞിരുന്ന പോലെ പറഞ്ഞുതരാണ്. ടൈം ഡിനോട്ട് ലെറ്റർ എന്ന് പറയുന്നത് സ്മോൾ ടി ആണ്, ടൈം പീരീഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആണ്. ഇനി ഇത് മറക്കല്ലേ, ടൈം പീരീഡ് ഡിനോട്ട് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ടി. സ്മോൾ ടി എഴുതിയാൽ അത് സാധാരണ ടൈമാണ്, ഇത് ടൈം പീരീഡ് ആണ്. എന്താണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദി ടൈം ടേക്കൺ ബൈ ദി പാർട്ടിക്കിൾ ടു ഡിസ്ക്രൈബ് വൺ റെവല്യൂഷൻ. ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ, ഇവിടുന്ന് തുടങ്ങി തിരിച്ച് അവിടെ വരാൻ എടുക്കുന്ന കംപ്ലീറ്റ് റെവല്യൂഷൻ പറയുന്ന പേരാണ് ടൈം പീരീഡ്. ഇറ്റ് ഈസ് ടൈം ടേക്കൺ ബൈ എ പാർട്ടിക്കിൾ ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ. വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് ടൈം പീരീഡ്? യൂണിറ്റ് എന്ന് പറയുന്നത് ടൈം തന്നെയാണ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ടൈം തന്നെയാണ്. യൂണിറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഇതൊക്കെ ചെറിയ കാര്യങ്ങൾ തെറ്റിക്കും. യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. യൂണിറ്റ് ഈസ് സെക്കൻഡ്. അന്നേരം അത് ക്ലിയർ ആയി. എന്താണ് യൂണിഫോം സർക്കുലർ മോഷൻ ഞാൻ പറഞ്ഞു, എന്താണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞേ, എന്താണ് ഫ്രീക്വൻസി? വാട്ട് ഈസ് മീൻ ബൈ ഫ്രീക്വൻസി? ഡിനോട്ട് ചെയ്യുന്നത് വേണമെങ്കിൽ എഫ്, സ്മോൾ എഫ് എന്ന് എഴുതാം. ന്യൂ, ഈ ലെറ്ററിനെ വിളിക്കുന്ന ന്യൂ എന്നാണ്. നമ്മൾ ഇത് വി ആ, ചിലർ വി എന്ന് എഴുതിയിട്ട് അത് ന്യൂ, അതിൻ്റെ അതല്ല. ഇന്ന് വി എ ഒന്ന് ചളുക്കി വളച്ചൊടിച്ച് എഴുതുന്നതാണ് ന്യൂ എന്ന് പറയുന്നത്. ഇടി ചെയ്ത് കൊടുത്ത് റെഡി ആക്കുന്നതാണ്. ഫ്രീക്വൻസി എഫ് അല്ലെങ്കിൽ ന്യൂ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് ദി
റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ്. എവിടെയും ഫ്രീക്വൻസി ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്മോൾ എഫ് ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ. ഇപ്പം ടൈം പീരീഡ് ടി ആണ്. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/t ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, യൂണിറ്റ് എന്തുവാ? ടൈം പീരീഡിന്റെ സെക്കൻഡ്, അന്നേരം 1/second അല്ലെ? 1/second എന്ന് പറഞ്ഞാൽ second raised to -1. ഒരു യൂണിറ്റ് നമുക്ക് second raised to -1 എന്ന് എഴുതാം. പക്ഷെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഉണ്ട് ഫ്രീക്വൻസിക്ക് എപ്പോഴും ഓർത്തോണം. സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹെർട്സ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഉറപ്പിച്ച് തറപ്പിച്ചെന്ന് പറഞ്ഞേക്കണം, ഹെർട്സ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞ 3 ടോപ്പിക്കിലോട്ട് പെട്ടെന്ന് ഓടി വന്നേ. എന്താണ് യൂണിഫോം സർക്കുലർ മോഷൻ, എന്താണ് ടൈം പീരീഡ്, എന്താണ് ഫ്രീക്വൻസി. എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി? ചിലർ മറന്നു, ചിലർ ഇങ്ങനെ നോക്കിയിരിക്കുന്നു, അന്തം വിട്ടിരിക്കുന്നു. ഹെർട്സ് ആണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്. മറ്റൊരു യൂണിറ്റ് പറഞ്ഞാൽ second raised to -1. വാട്ട് ഈസ് ബൈ ടൈം പീരീഡ്? ഇറ്റ് ഈസ് ദി ടൈം ടേക്കൺ ബൈ ദി പാർട്ടിക്കിൾ ടു കംപ്ലീറ്റ് 1 revolution. യൂണിറ്റ് ഓഫ് ടൈം പീരീഡ് സെക്കൻഡ്. അവിടാന്ന് പറയണം. ഏത് ഉറക്കത്തെ വിളിച്ചാലും ചാടി എഴുന്നേറ്റ് ഉത്തരം ചോദിക്കുമ്പോൾ പറയാം. ഇപ്പം പിച്ചുമയും പറയുന്നത് ഉത്തരം പറയണം. ഇനി എന്താണ് ഇതിന്റെ യൂണിഫോം സർക്കുലർ മോഷന്റെ മെയിൻ കണ്ടീഷൻ? കോൺസ്റ്റന്റ് സ്പീഡ് ആയിരിക്കണം. കോൺസ്റ്റന്റ് സ്പീഡ് ആയിരിക്കണം. അന്നേരം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. ഇനി ഒരു ചിന്ന കൊച്ചു ഒരു കൊച്ചെന്നാണ് വളരെ കൊച്ചു ഡെറിവേഷൻ കൊണ്ട് നമുക്ക് ഇന്നത്തെ തീർക്കാം. കാരണം ഒരുപാട് ഭയങ്കരമായിട്ട് അങ്ങ് സ്പീഡ് തീർത്ത് പോകണ്ട. നമുക്ക് പതുക്കെ പഠിച്ച് വൃത്തിയായിട്ട് പഠിച്ചു പോകാം. ഓക്കെ, ഒരു ചെറിയൊരു ഡെറിവേഷൻ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വളരെ ചെറുതാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ. ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നതിനകത്തൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചിരിക്കുന്ന ഒരു ചെറിയ ഇക്വേഷൻ ഉണ്ട്. V ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ അല്ലെങ്കിൽ V ഈസ് ഈക്വൽ എഫ് ലാംഡ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വേവ്സിനകത്ത് ചെറിയൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ ചെറിയ ഇക്വേഷൻ ആണെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ. റിലേഷൻ കണക്റ്റിംഗ് ഒരു ടേംസ് വന്നിരിക്കണം. ഒമേഗ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പഠിച്ചു. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റിയാണ്. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ഫ്രീക്വൻസി ഒക്കെ പിന്നെ നമ്മൾ ഒമേഗ എന്നാണ് പറയുന്നത് കേട്ടോ. ടി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ആണ്. ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ നിങ്ങൾ കാണാതിരിക്കണം. ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട റിലേഷൻ. ഇതിന് ഡെറിവേഷൻ ഒന്നുമില്ല. ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t. ഇത് അറിഞ്ഞിരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 2π/t. ഇത് ഒരു ഇതിൽ നിന്ന് നമുക്ക് വേറൊരു റിലേഷൻ ഡെറൈവ് ചെയ്തെടുക്കാം. സിമ്പിൾ ആയിട്ട് ഒമേഗ ഈസ് ഈക്വൽ നിങ്ങൾ നോക്കിയാണ്, ഇതിൽ തന്നെ നോക്കണം. 2π/t 2π into 1/t എന്ന് എഴുതാമല്ലോ. അതന്നല്ലേ 2π/t. ഒമേഗ ഈസ് ഈക്വൽ ടു 1/t. ഞാൻ പറഞ്ഞു റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമുക്ക് 2πf എന്ന് എഴുതാം. റിലേഷൻ ബിറ്റ്വീൻ ഒമേഗ ആൻഡ് ടൈം പീരീഡ് ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t. റിലേഷൻ ബിറ്റ്വീൻ ഒമേഗ ആൻഡ് എഫ് എന്ന് വെച്ചാൽ ഒമേഗ ഈസ് ഈക്വൽ ടു 2πf. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ന്യൂമറിക്കൽസ് പ്രോബ്ലംസ് വളരെ 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 ഇമ്പോർട്ടൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇത്രയും കാര്യങ്ങൾ ഇന്ന് നല്ല വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അന്നേരം ഇഷ്ടം പോലെ സമയമുണ്ട്. എൻ്റെ പ്രശ്നമുള്ള കേരളത്തിലുള്ള എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, നിങ്ങൾക്ക് പഠിക്കാൻ സമയം ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ സമയം കണ്ടെത്തി നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഇപ്പോൾ ഒരു ക്ലാസ്സോടെ കൊണ്ട് അടുത്ത ക്ലാസ്സോടെ കൊണ്ട് നമ്മുടെ എന്ത് തീരും? ഈ മോഷൻ്റെ പ്ലെയിൻ തീരും. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. പക്ഷെ കൂടുതൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതാക്കാനുള്ളതേ ഉള്ളൂ.